താങ്ക് യു മാം. അപ്പോൾ റെഡിയാണ് പെർഫോമൻസ് റൗണ്ട്. ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ, നന്നായിട്ട് പാട്ട് പാടാൻ സാധിക്കട്ടെ. ഓക്കെ, എല്ലാവിധ ആശംസകളും. താങ്ക് യു. സഖി സ്നേഹമയി ആത്മസഖി അനുരാഗമയി എന്തിനു നിന്നും വരമിനിയും എന്തിനു നിന്നോവുകളിനിയും എന്നും നിൻ തുണയായി നിഴലായി നിന്നരികിൽ ഞാനുണ്ടല്ലോ ഹൃദയ സഖി ആത്മസഖി അനുരാഗമയി എന്തിനു നിന്നും വരമിനിയും എന്തിനു നിന്നോവുകളിനിയും നിന്നും നിൻ തുണയായി നിഴലായി നിന്നരികിൽ ഞാനുണ്ടല്ലോ ഹൃദയ സഖി. നീയുറങ്ങുമ്പോളമെന്നും ഞാനുറങ്ങിയില്ലല്ലോ നീ ഉണർന്നു നോക്കുമ്പോഴും നിന്റെ കൂടെയുണ്ടല്ലോ കസ്തൂരിമാനെ തേടുന്നതാരെ നീ നിന്നിലെ ഗന്ധം തേടുന്നതെന്നു നീ ഓമലേ ഹൃദയ സഖി. വാർത്തയൊന്നും സത്യമല്ല പൊന്നേ കണ്ടറിഞ്ഞ സംഭവങ്ങൾ സത്യമല്ല കണ്ണേ ആയിരം കണ്ണുകളാ ആ മുഖം കാണുവാൻ ആയിരം കൈകളാ മെയ്യോട് ചേർക്കുവാൻ നിന്നെ ഞാൻ കാത്തു നിൽപ്പൂ ഞാൻ കാത്തു നിൽപ്പൂ ഹൃദയ സഖി സ്നേഹമയി ആത്മസഖി അനുരാഗമയി എന്തിനു നിന്നും വരമിനിയും എന്തിനു നിന്നോവുകളിനിയും നിന്നും നിൻ തുണയായി നിഴലായി നിന്നരികിൽ സഖി. ഷാൻറൂപ് ആലപിച്ച മനോഹരമായ ഗാനം നമ്മൾ കേട്ടു. ആ ഗാനത്തിന് എത്ര മാർക്സ് കിട്ടുമെന്നാണ് ഇനി അറിയേണ്ടത്. പക്ഷേ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മാത്രമാണ് മാർക്ക് അറിയാൻ സാധിക്കുക. സോ എ ഷോർട്ട് കമേഴ്ഷ്യൽ ബ്രേക്ക്.
നല്ല ജ്ഞാനമുണ്ട്, നല്ല ജ്ഞാനമുണ്ട്, പാട്ടിന് ഭാവമുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ശങ്കർ മഹാദേവൻ്റെ ഫാനാണെന്ന് തോന്നുന്നു അല്ലേ? അത്തരം ഒരു ഇമിറ്റേഷൻ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫാനാകാം, പക്ഷേ നമുക്ക് നമ്മളുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാവണം. കല സാമൂഹിക മാറ്റത്തിന് ഇടം വരുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതേന്ന് തന്നെ ഞാൻ പറയും. Jai Hind TV, for the family, for the nation. ഷാൻറൂബ്, യെസ്. ഞാൻ ഒന്നും പറയുന്നില്ല, നേരെ ജഡ്ജസിലോട്ട് പോവുകയാണ്. അരുന്ധതി ടീച്ചർ, പാട്ട് പഠിക്കുന്നുണ്ടോ? ഇല്ല, പഠിച്ചിട്ടില്ല. പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഒരു പാട്ടിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്യാറുണ്ട് നന്നായിട്ട്. അല്ല, പഠിക്കാത്തത് എന്താ? പഠിക്കാത്ത എന്താന്ന് വെച്ചാൽ ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടു പോയി. ആ, അതുകൊണ്ടാണ്. അല്ല, ചോദിക്കുന്നത് വെച്ചാൽ നല്ല നല്ല ജ്ഞാനമുണ്ട്, നല്ല ജ്ഞാനമുണ്ട്, പാട്ടിന് ഭാവമുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ശങ്കർ മഹാദേവൻ്റെ ഫാനാണെന്ന് തോന്നുന്നു അല്ലേ? ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ശരിക്കും ഇമിറ്റേറ്റ് ചെയ്ത് പാടാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഒരു ആസ്പെക്റ്റാണ്. പക്ഷേ ആരുടെ ആണെങ്കിലും പാട്ടിൻ്റെ നല്ല ആസ്പെക്ട്സ് എടുത്തിട്ട് നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ സ്വന്തം ഒരു ആവിഷ്കാരം കൊണ്ടുവരാം. അതാണ് ശരിക്കും വേണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് പാട്ട് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണം, വിടരുത്. അതിനുള്ള നല്ല റേഞ്ചുണ്ട് വോയിസിന്, വോയിസ് നല്ലതാണ്, എക്സ്പ്രഷനുണ്ട്. പിന്നെ അവിടെ എവിടെയൊക്കെ സ്ലിപ്സ് എന്ന് പറഞ്ഞാൽ ഈ പഠിക്കാതെയും പ്രാക്ടീസ് ചെയ്യാതെയും ഉള്ളപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അത് വരാവുന്നതാണ്. പിന്നെ നമ്മളിവിടെ അതും അല്ലല്ലോ നോക്കുന്നത്. അപ്പോൾ എന്തായാലും നന്നായി പാടി. മധുപാൽ സർ, നല്ല കഴിവുണ്ട്. ഇതൊരു എക്സ്ട്രാ എനർജിയാണ് അല്ലേ? ടീച്ചറെ പോലെ ഒരാൾ നമുക്ക് പറഞ്ഞു തരുമ്പോഴുണ്ടെന്ന്. പാട്ട് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോലും, അല്ലെങ്കിൽ കുറച്ച് പഠിച്ചതിൽ നിന്നുകൊണ്ടും കൂടുതൽ ജ്ഞാനത്തോടു കൂടി പാടാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. ടീച്ചറോട് ഞാൻ സംസാരിച്ചതും ശങ്കർ മഹാദേവനെ പരിപൂർണമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ശ്രമം ഉണ്ടായിരുന്നുണ്ടോ? അത്തരം ഒരു ഇമിറ്റേഷൻ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫാനാകാം, പക്ഷേ നമുക്ക് നമ്മളുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമേ എൻ്റെ ശബ്ദം വേറിട്ട് കേട്ടുപോകുമോ എന്ന് ചോദിച്ചാൽ ഞാനത് കേൾപ്പിച്ചിരുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ? ഷാൻറൂബിൻ്റെതായ ശബ്ദമുണ്ടാകും ഇല്ലേ? ആ ശബ്ദമാണ്, ഇത് എൻ്റെയാണ്, ഇത് എനിക്ക് മാത്രമുള്ളതാണെന്നുള്ളൊരു ബോധമുണ്ടാകുമ്പോഴാണ് മറ്റൊരാൾക്ക് ഷാൻറൂബിനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് വരും. താങ്ക് യു സർ. മുഹമ്മദ് ഹനീഷ് സർ, തനതായ ശൈലിയിലൂടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് ഈ ആലാപനം എത്തിക്കട്ടെ. ഇവിടെ ഏറ്റവും സന്തോഷം തോന്നുന്നത് അത്രത്തോളം ഒന്നും ശാസ്ത്രീയമായിട്ടുള്ള ശിക്ഷണമൊന്നും ലഭിക്കാതെ 10ാം തരത്തിൽ നേരത്തെ ഓടിക്കളിച്ച് നടക്കുന്ന, തുള്ളിച്ചാടി നടക്കുന്ന വലിയ കുട്ടിയുടെ രീതിയിൽ തന്നെ ആലാപനം ചെയ്യുവാനും അതുപോലെ തന്നെ പാട്ട് പാടാനുമുള്ള കഴിവ് തിരിച്ചറിയുക. അതങ്ങനെ മെല്ലെ മെല്ലെ തട്ടിമുട്ടി ശരിയാക്കി ചിന്തയിലിട്ട് ചെത്തിമിനുക്കി എടുക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ചെയ്തുകൊണ്ട് ഇവിടം വരെ എത്തി. അനുകരണങ്ങളില്ലാതെ സ്വന്തമായ ശൈലി കണ്ടെത്തി ആ തനത് ആവിഷ്കാരത്തോടു കൂടി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും കുറേ കൂടി ഹൃദ്യമായിരിക്കും. അനുമോദനങ്ങൾ. താങ്ക് യു സർ. കൊള്ളാല്ലേ, നല്ല കമൻസ്. പക്ഷെ എന്നാലും പാട്ട് ഇനി കണ്ടിന്യൂ ചെയ്യാൻ ശ്രമം നടത്തുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, ആ ഒരു ഉറപ്പ് ജഡ്ജസിന് കൊടുത്തുകൊണ്ട് നമുക്ക് മാർക്സ് ചോദിക്കാം. അരുന്ധതി ടീച്ചർ, 50-ൽ 38 ഞാൻ തരുന്ന മാർക്ക്. താങ്ക് യു മാം. മധുപാൽ സർ, 19 മാർക്ക്. താങ്ക് യു സർ. താങ്ക് യു സർ. മുഹമ്മദ് ഹനീഷ് സർ, ഷാൻറൂബ് കുറേ കൂടി ഉയരങ്ങളിലേക്ക് നീങ്ങാൻ വേണ്ടി പരിശ്രമിക്കണം. 25-ൽ 18 മാർക്ക്. താങ്ക് യു സർ. ഷാൻറൂബ്, ടോട്ടൽ 75 മാർക്സ് പെർഫോമൻസ് റൗണ്ടിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള പെർഫോമൻസസിലും കൂടുതൽ നന്നായിട്ട് പാടാൻ ശ്രമിക്കുക. മറ്റേതെങ്കിലും മോണാക്ട്, മിമിക്രി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചെയ്യാറുണ്ട്. അപ്പോൾ മറ്റ് പല ഇനങ്ങളുമായിട്ട് ഞങ്ങളുടെ മുമ്പിൽ എത്തും അല്ലേ? ഓക്കെ, പ്രേക്ഷകർക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ കൂടെ നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ ചിരി എന്നും അതുപോലെ തന്നെ നിൽക്കുന്ന തരത്തിൽ മാർക്സും സ്വന്തമാക്കാൻ ശ്രമിക്കുക. ബാക്കിയൊക്കെ ഇനി കാണാം.